സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുമൃതമീശ്വര ഹൃദയം എന്നന്തരാത്മാവിൽ. മാന്യ പ്രേക്ഷകർക്ക് സെറാ സരിഗമ പതിനിസയിലേക്ക് ഹാർദവുമായ സ്വാഗതം. ലണ്ടനിലെ പ്രശസ്തരായ ഗായകരെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഞാനിവിടെ ഇപ്പോൾ. അപ്പോൾ ആദ്യമായിട്ട് വേദിയിലേക്ക് എത്തുന്നത് മറ്റാരുമല്ല, കെൻറ്റിൽ നിന്ന് തന്നെയുള്ള കാതിർക്ക. വെൽക്കം മിസ്റ്റർ കാതിർക്ക. കയ്യടിയോടുകൂടി അദ്ദേഹത്തിനെ സ്വീകരിക്കാം. നമസ്കാരം. ഇപ്പുറത്തേക്ക് വാ. ഇടത്തുനിന്നല്ലേ തുടങ്ങേണ്ടത് നമുക്ക്. കാതിർക്ക, അപ്പൊ സെറാ സരിഗമ പതിനിസയിലേക്ക് ഹാർദവുമായ സ്വാഗതം. നമ്മുടെ സരിഗമ തുടങ്ങുമോ? വരുന്ന പാർട്ടിസിപ്പൻസിനെ കൊണ്ട് ആദ്യമായിട്ട് ഞാൻ പാട്ട് പഠിക്കാറുണ്ട്. അപ്പൊ ഇക്കയുടെ ഒരു പാട്ടോട് കൂടി നമുക്ക് തുടങ്ങാം അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ തുടങ്ങിക്കോളൂ. ഞാൻ നമ്മുടെ മോഹൻലാലിന്റെ ഒരു പടത്തിലത്തെ. ഏത് പാട്ടാണ്? നമ്മുടെ ഈ അഗ്നിദേവൻ എന്നുള്ള പടത്തില് മൂപ്പര് അമ്മൂമ്മ എഴുതിയിട്ടുള്ള ഒരു പാട്ട് പാടുണ്ടല്ലോ, അഗ്നിദേവൻ അല്ലേ? എന്തും ദൈവത്തിൽ നിന്ന് തുടങ്ങുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ പാടാം. അസറയസത്രം കോർത്ത ജപമാലയും കച്ചിലേന്തി. കജ്ജിലല്ല, കയ്യിലേന്തി. അതന്നെ, കച്ചിലേന്തി. മനസ്സിലായി. അതിലേന്തി അഗ്നിയെ സ്ഫുടം ചെയ്തെടുത്ത മനസ്സാ സംഘ് മൂളി. സംഘല്ല, ശംഖ്. അതെ, സംഘ് മൂളി. ശംഖ്. അത് മൂളി ഇത്തിരി സ്നേഹത്തിൻ വിസാപാത്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പാട്ട്. അങ്ങനെ ആണല്ലേ? ഇക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്, പാട്ട് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പാട്ട് പാടുന്നവർക്ക് ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാല് അക്ഷരസ്ഫുടതയാണ്. അക്ഷരസ്ഫുടത ഭയങ്കര കുറവായി കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, നമ്മുടെ AR റഹ്മാൻ സംഗീത സംവിധാനം ചെയ്ത ഒട്ടകത്തെ എന്നുള്ളൊരു ഗാനമുണ്ട്, അതൊന്ന് കേൾക്കാം അല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള പാട്ടപ്പ ഈ പറഞ്ഞു. ഒട്ടകത്തെയാണ്. ഒട്ടകത്തെ നമുക്ക് കേൾക്കാം. ഓക്കെ. അറിയില്ലായിരുന്നു AR റഹ്മാൻ. ഞാൻ ആ പാട്ട് ഓർക്കസ്ട്ര പ്ലീസ്. 1 2 3 1 2 3. അയ്യോ, ഒട്ടകങ്ങൾ വരി വരി വരിയായി കരക്ക മരങ്ങൾ നിര നിര നിര. അയ്യോ, ഇങ്ങനെയല്ല. ഒരു മിനിറ്റ്, ഇത് ഏത് ഒട്ടകമാണ് പാടിയത്? എന്തേ? ഞാൻ ഉദ്ദേശിച്ചത് തമിഴിലെ ഒട്ടകത്തെയാണ്. തമിഴിലെ ഒട്ടകത്തെ. എന്താ ഈ പറഞ്ഞത്? തമിഴിലും മലയാളത്തിലൊക്കെ ഒട്ടകം തന്നെയല്ലേ? എന്റെ പേരെന്താ? എന്റെ പേര് ചിരിക്കുട്ടൻ. തമിഴില ചിരിക്കുട്ടൻ, മലയാളത്തിലാ ചിരിക്കുട്ടൻ. അതേമാതിരി തന്നെ ഒട്ടകത്തിനും അതിനും വ്യത്യാസമൊന്നുമില്ലല്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ മത്സരത്തിലെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ ₹2.50 സമ്മാനമായിട്ട് ലഭിക്കും. ഓക്കെ, ചോദ്യം ഇതാണ്. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. അതെ, അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെയാണ് നമ്മുടെ ആശ തീർക്കാൻ പറ്റുക? ഓപ്ഷൻസ്: A, പാലത്തെ കൂടെ പോയി ആശ തീർക്കാം. B, നീന്തിപ്പോയി ആശ തീർക്കാം. C, ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം. ഈ ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം. ആലോചിച്ചാണ് ഉത്തരം പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത് C, ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം. ഹൗസ് ബോട്ടിൽ എല്ലാ സെറ്റപ്പും ഉണ്ട്. എപ്പോ ആശ തീർന്നെന്ന് ചോദിച്ചാൽ മതി. അല്ല, ഇപ്പൊ ഇവിടെ ഹൗസ് ബോട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇക്കൊക്കെ എങ്ങനെ ആശ തീർക്കാൻ പറ്റുക? ഹൗസ് ബോട്ടിൽ എവിടെ? ഇല്ലല്ലോ. പക്ഷെ ഇവിടെ ഹൗസിൽ ബോട്ടിലുണ്ടല്ലോ. ഓ അയ്യോ, അങ്ങനെ തീർക്കാം. ഓക്കെ, 5 രൂപയുടെ ചോദ്യമാണ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? A, വള്ളത്തോൾ. B, കുഞ്ചൻ നമ്പ്യാർ. C, കുമാരനാശാൻ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. അതെ. അതിപ്പോ ഈ 3 ആൾക്കാരും അല്ല എന്നപ്പോ എനിക്ക് തോന്നുന്നു. കുഞ്ചത്തെ എഴുത്തച്ഛനും അല്ല, കുഞ്ചൻ നമ്പ്യാരും അല്ല, വള്ളത്തോളും അല്ല. പിന്നെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ റിമി ടോമി എന്ന് പറയും. അവളുടെ അത്ര തുള്ളാൻ അറിയണ ഏതെങ്കിലും ഒരാൾ ഈ ദുനിയാവിൽ ഉണ്ടാമാനെ? ക്രിമി ടോമിയോ? റിമി ടോമി അല്ല, റിമി ടോമി. എന്ത് ചെയ്യാ? അന്റെ ചിരി കണ്ട അപ്പൊക്ക് നാട് ഓർമ്മ വരുമോ? അത്രക്ക് ഗൃഹാതുരത്തെ ഉണർത്തുന്ന ചിരിയാണല്ലേ? ഗൃഹാതുരത്വത്തിന്റെ അല്ല, ഇക്ക് നാട്ടില് കോഴിയുടെ കച്ചവടം ഉണ്ടായിരുന്നേ. അപ്പൊ ഈ കോഴിയോള് മുട്ടടാൻ കാരണം മാതിരി എന്റെ ചിരി. തിരിഞ്ഞേ നോക്കട്ടെ, തിരിഞ്ഞേ. എന്തിനാ? അല്ല, മുട്ടിട്ടുണ്ടാ നോക്കാനാ. എന്ത് ചെയ്യാറ?
അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കണ്ട, ഫൈനൽ സോങ്ങിലേക്ക് കിടക്കാം. സാധാരണ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കാൻ സമയമായി, അവസാന ഗാനത്തിലേക്ക് കിടക്കാം അല്ലേ? അവസാനം പാടുന്ന പാട്ട് ഏതാണ്? ഏത് പാട്ടാ വേണ്ട? ഏത് വേണിച്ചിലും പാടാം, ഇഷ്ടമുള്ള പാടി. ഞാൻ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് എന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട്, മനഃപൂർവ്വം ഞാൻ പഠിച്ചാണ്. അതെന്താ? മോഹൻലാലിന്റെ പടത്തിലത്തെ നല്ലോണം ശ്വാസം കിട്ടുന്നവർക്ക് മാത്രം പാടാൻ പറ്റുന്ന ഒരു പാട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. നമ്മുടെ ഹരിമുരളീരം. അയ്യോ, അത് ഒത്തിരി കാലം സാധകം ചെയ്താലേ പാടാൻ പറ്റും. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാ പാടാം, തുടങ്ങാം. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാം. അതൊന്നും നോക്കണ്ട, അതൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു വരിയുണ്ട്, അതാണ് അതിന്റെ മധുമൊയിരാതെ അന്നേ തേടി. പാട് പോരട്ടെ. അയ്യോ പാടേ. ഹലോ പോരട്ടെ. എടുത്താ പോകുന്ന വല്ലതൊക്കെ പാടിയാ പോരെ അല്ലേ? ഇനിയിപ്പോ അടുത്ത പാർട്ടിസിപ്പന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ ലണ്ടനിൽ തന്നെ താമസമാക്കിയിട്ടുള്ള മിസ്റ്റർ ഫിലിപ്പോസ്. വെൽക്കം മിസ്റ്റർ ഫിലിപ്പോസ്. അയ്യോ വന്ന വരുവുണ്ടോ? നമസ്കാരം. ഫിലിപ്പോസ് എന്നാണല്ലോ പേര്. ലണ്ടനിൽ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ നേഴ്സാണ്. എന്ത് നേഴ്സ്? മെയിൽ നേഴ്സ്. അപ്പൊ വൈഫോ? വൈഫ് ഫീമെയിൽ നേഴ്സ്. അയ്യോ, മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ. അയ്യോ, അത് എന്റെ ഒരു മാസ്റ്റർ പീസാ. എപ്പിസോഡിന്റെ സമയം തേക്കണ്ട, അതിനുവേണ്ടി ചിരിക്കുക. അപ്പൊ താങ്കളുടെ ബയോഡാറ്റ ഞാൻ വായിച്ചു. ഒത്തിരി കലാരൂപങ്ങൾ അറിയാവുന്ന ആളാണെന്ന് ഞാൻ വായിച്ചു. അതെന്താ നാട്ടിൽ എന്തൊക്കെയാ സംഭവം? ഞാൻ എന്നെ പൊക്കി പറയില്ല, ഞാൻ കലാതിലകനാ. അയ്യോ, അത് പെണ്ണുങ്ങൾക്കാ പറയുന്നത് കലാതിലകം എന്നുള്ളത്. അത് പെണ്ണുങ്ങള്. കലാതിലകം എന്ന് പറഞ്ഞ പെണ്ണുങ്ങള്, കലാതിലകൻ എന്ന് പറഞ്ഞ ആണുങ്ങള്. അയ്യോ, ആണുങ്ങൾക്ക് പറയുന്ന കലാപ്രതിഭ. അത് പ്രതിമ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ, കലാപ്രതിമ. അല്ല, അപ്പൊ ഒത്തിരി കഴിവുകൾ, അതായത് കുച്ചിപ്പുടി, ഭരതനാട്യം, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയത്? ഒരുപാട് എനിക്ക് പോയിന്റ്സ് കിട്ടിയത് ഫ്ലൂട്ട് വായിക്കണേലായിരുന്നു. വിശ്വാസം വരില്ല അല്ലേ? ഇല്ല. പലവർക്കും സംശയം ഉണ്ടാവും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ കൈ പിടിച്ചതാ. കണ്ട, എല്ലാവർക്കും സംശയം ഉണ്ടാവും. അല്ല, ഇത് വെച്ചൊരു അഭ്യാസം ഇവിടെ കാണിക്കാവോ? ഞാനിത് സാറിന്റെ മുമ്പിൽ ലൈവായിട്ട് വായിച്ച് കാണിച്ചു തരാം. ഏതാണ്? ക്ലാസിക്കലാണോ വായിക്കാൻ പോകുന്നത്? ക്ലാസിക്കൽ ഇപ്പൊ ഏത് പട്ടിക്ക് വേണം? ദാസേട്ടന്റെ പഴയ പാട്ടുണ്ട്. ദാസേട്ടന്റെ. ഓക്കെ ഓക്കെ. തെരെ മേരെ കാമ്പി പനാ കൂന ആനകെന്തൊരു ചേന കലാ കുലാകൂ സനാ പുനാന. കറക്റ്റ് ബസ് സ്റ്റാൻഡ് അല്ലേ? ശരീരം ഉണ്ടായിരിക്കും. ഓക്കെ, കേൾക്കാം. ഈശ്വര രക്ഷിക്കണേ. വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇതിന് പോയിന്റ്സ് കൊടുക്കാൻ പറ്റില്ല. വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ 2 രൂപ 50 പൈസ സമ്മാനമായിട്ട് ലഭിക്കും. 2 രൂപ 50 പൈസ? അതെ. ഇതിനേക്കാളും നല്ല മറ്റേ പണിയാണ്. ഏത്? ഒറ്റമൂലി. അതും കൺഫ്യൂഷൻ ആക്കി. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കൂ. എല്ലാവർക്കും പറഞ്ഞ മനസ്സിലാവണ കരയ്ക്കൂ വെള്ളം, അവിടെ നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വെള്ളം. ചോദ്യം ഇതാണ്. ആരാണ് ഗായകൻ? അതല്ല, ചോദ്യം ഇതാണ്. ആരാണ് സിംഗർ? അയ്യോ, അതല്ല, ചോദ്യം ഇതാണ്. ഈ പാട്ട് പാടിയത് ആരാണ്? അല്ല, ചോദ്യം ഇതാണ്. അല്ലിയാമ്പൽ കടവിൽ എത്രത്തോളമായിരുന്നു വെള്ളം? അത് അതിന്റെ ലെവലാണ് പറയേണ്ടത്. മുട്ടിന് മുകളിൽ, അരയ്ക്ക് മുകളിൽ, തലയ്ക്ക് മുകളിൽ. ഈശ്വര വരണ്ടായിരുന്നു. വെള്ളത്തിന്റെ ലെവൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞ 3 ഉത്തരം കറക്റ്റാ. എന്താ? അതായത് ഈ പറഞ്ഞ വെള്ളത്തിൽ അമിതാഭ് ബച്ചൻ ഇറങ്ങി നിന്ന അയാളുടെ മുട്ടുവരെ ഉണ്ടാവും, ഞാൻ ഇറങ്ങി നിന്ന് എന്റെ അരവരെ ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ഉണ്ടപ്പക്രനെ എടുത്തിട്ട് അത് മൂടി പോവും. കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പറ്റും. അപ്പൊ വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്ന ഒരു 2 രൂപ 50 പൈസ സമ്മാനമായിട്ട് ലഭിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ഇപ്പോൾ ശരിക്കും അവസാനിപ്പിക്കാനുള്ള സമയമായി. അപ്പോൾ ഇനി താങ്കൾക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു നല്ലൊരു സോങ്, അതായത് ഒരു മെയിൽ സോങ്, നല്ലൊരു സോങ്. ഞാൻ നല്ല കലാകാരനാണല്ലോ സാറേ. ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഏതായാലും ഫിലിപ്പോസ് അല്ല, ഒരു ഫീമെയിൽ വോയിസ് ആയിട്ടാ തോന്നുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അസലായിട്ട് ആണുങ്ങളുടെ ശബ്ദത്തിൽ ഞാൻ പാടും. ആണോ? എന്നാ പിന്നെ എന്റെ ശബ്ദത്തിൽ പാടിക്കൂടെ? ഞാൻ ആണുങ്ങളുടെ ശബ്ദത്തിൽ പാടുന്ന പറഞ്ഞത്. ആണുങ്ങളുടെ. അപ്പൊ പിന്നെ താങ്കൾ ഉദ്ദേശിച്ചത്? ഞാൻ ഏതായാലും ഒരു പാടില്ല. അപ്പൊ ഏതായാലും ഞാൻ ദാസേട്ടനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ദാസേട്ടന്റെ കൂടെ എന്റെ സൗണ്ടും കൂടി ചേർത്ത് പാടിക്കും. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യാം. ദാസേട്ടന്റെ പാട്ടില് ഈ ചേട്ടനും കൂടി ഞാൻ അനുകരിക്കാൻ പോവാണ്. ഒരുമിച്ച് വരുമ്പോ നല്ല ഭംഗിയായിരിക്കും. നല്ല ഭംഗിയായിരിക്കും, അലുവൻ ചാളക്കറിയും പോലെ ഇരിക്കും. അപ്പൊ ദാസേട്ടന്റെ സൗണ്ട് ആദ്യം, അതിനുശേഷം എന്റെ ശബ്ദം അനുകരിക്കും. ഓക്കെ, തുടങ്ങാം. മ്യൂസിക് എന്നിട്ട്
പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടേ. ഇനി എന്റെ ശബ്ദം. ചേട്ടന്റെ ശബ്ദം. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ. കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവകനക കിരീടമിതണിയുമ്പോ ഈ ടൈപ്പ് പാടിയ ഇദ്ദേഹം അപ്പിടുന്ന് ഇപ്പൊ മനസ്സിലായില്ലേ?